നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ലിങ്ക്ഡിനിൽ എന്തൊക്കെ കോണ്ടന്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ടോപ്പിക് ആണ്. ഇപ്പോഴും പലർക്കും അറിയത്തില്ല ലിങ്ക്ഡിനിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതിലത്തെ ചെറിയൊരു പോർഷനാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ലിങ്ക്ഡിനെ പറ്റി കൂടുതൽ പഠിക്കാനായിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമ്മുടെ ലിങ്ക്ഡിൻ കോഴ്സിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ലിങ്ക്ഡിൻ കോഴ്സ് ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. സ്റ്റാർട്ടിംഗ് ഫ്രം ഹൗ ടു മേക്ക് കോണ്ടന്റ്, ഹൗ ടു ഔട്ട് റീച്ച് ടു ഫൈൻഡ് യുവർ ക്ലയന്റ്, ഹൗ ടു ഫൈൻഡ് ദ ഇന്റർനാഷണൽ ക്ലയന്റ്, ഹൗ ടു ഫൈൻഡ് യുവർ കസ്റ്റമേഴ്സ്. നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്ററിനെ വേണമെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഇൻവെസ്റ്ററിനെ കണ്ടുപിടിക്കാം, അങ്ങനത്തെ പല കാര്യങ്ങൾ നമ്മുടെ ലിങ്ക്ഡിൻ കോഴ്സിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇറ്റ്സ് നോട്ട് അബൌട്ട് ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യുക, ഫോളോവേഴ്സ് ഗ്രോ ചെയ്യുക, അല്ലെങ്കിൽ ജോബ്സ് കണ്ടുപിടിക്കുക, ജോബിന് അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ലിങ്ക്ഡിൻ കോഴ്സിൽ കവർ ചെയ്യുന്നത്. അതിനെക്കാട്ടിലും ഹ്യൂജ് പെർസ്പെക്റ്റീവിലത്തെ കാര്യങ്ങൾ നമ്മുടെ ലിങ്ക്ഡിൻ കോഴ്സിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിങ്ക്ഡിനെ പറ്റി കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് മീ ഇൻ ഇൻസ്റ്റാഗ്രാം. ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നുണ്ടാകും. എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ വന്ന് മെസ്സേജ് ചെയ്താൽ ലിങ്ക്ഡിൻ കോഴ്സിന്റെ ഡീറ്റെയിൽ ഷെയർ ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ ലിങ്ക്ഡിനിൽ എന്തൊക്കെ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ പറ്റുമെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ ഏകദേശം 3 to 4 ഡിഫറെന്റ് വേസിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, നമുക്ക് ഈസി ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയാം. ഈസി ആയിട്ടുള്ള ഒരു കോണ്ടന്റ്, അതുപോലെ തന്നെ ഒരു ഗ്രോത്ത്, നിങ്ങളുടെ പ്രൊഫൈലിൽ ഒരു ഗ്രോത്ത് കിട്ടാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. മെയിൻലി ലിങ്ക്ഡിൻ എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾക്ക് ഒരുവിധം അപ്സ്കിൽ ചെയ്യാനും പുതിയ ഇൻഫർമേഷനൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പീരിയൻസസ് ആയിരിക്കും അവർക്ക് കൂടുതൽ അറിയാൻ ഇഷ്ടമുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോജക്റ്റ് ചെയ്തു. ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോജക്റ്റിൽ ഇപ്പോൾ മെറ്റയുടെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആൻഡ്രോയിഡ് അപ്ഡേറ്റിലത്തെ കുറേ കാര്യങ്ങൾ ഞാൻ പേഴ്സണലി ടെസ്റ്റ് ചെയ്തത് ഞാൻ എൻ്റെ ലിങ്ക്ഡിനിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. എന്തൊക്കെ സംഭവങ്ങളാണ് ആൻഡ്രോയിഡ് നടക്കുന്നത്, ഞാൻ ആ ചലഞ്ച് എങ്ങനെ സോൾവ് ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഞാൻ ലിങ്ക്ഡിനിൽ എൻ്റെ പ്രൊഫൈൽ വഴി പോസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു ഇൻഫോർമേറ്റീവ് കോണ്ടന്റ് ആണ്. അപ്പോൾ അതിന് ഞാൻ എന്തെങ്കിലും ഒരു ടിപ്സോ അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച എന്തെങ്കിലും മെത്തേഡ്സോ അത് ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആകുമെന്നുണ്ടെങ്കിൽ അത് ഹൈലി അവർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ് ആണ്. നിങ്ങൾക്ക് അതുവഴി നിങ്ങളുടെ പ്രൊഫൈലിൽ ഗ്രോ ചെയ്യാൻ പോസിബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ്. അപ്പോൾ ഇൻഫോർമേറ്റീവ് കോണ്ടന്റ് ഞാൻ പൊതുവേ ലിങ്ക്ഡിനിൽ കാണുന്നത് കുറേ കോപ്പി പേസ്റ്റ് കോണ്ടന്റ് ഉണ്ട്. അതും പണ്ട് തൊട്ടേ ഉള്ള കുറേ ജനറിക് കോണ്ടന്റും ലിങ്ക്ഡിനിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യുന്നതാണ്. അത് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ കോണ്ടന്റ് ഓൾറെഡി ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന ന്യൂ ഇൻഫർമേഷൻ ആണ്. അപ്പോൾ അതായത് ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ AI പറ്റിയൊരു അപ്ഡേറ്റ്, അല്ലെങ്കിൽ AI പുതിയൊരു ടൂൾ വന്നു, ആ ടൂൾ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു ഇൻഡസ്ട്രിയിൽ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷണൽ ആ ടൂൾ എങ്ങനെ യൂസ് ചെയ്യാം, നമ്മൾ ടെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലി ട്രയൽ ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ എക്സ്പീരിയൻസസ് നിങ്ങൾ ലിങ്ക്ഡിൻ വഴി ഷെയർ ചെയ്യുന്നതാണ് എപ്പോഴും ഗ്രോത്ത് തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഫർമേറ്റീവ് കോണ്ടന്റ്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കിയ ഇൻഫർമേഷൻസ്, അതെല്ലാം നിങ്ങൾ ബെനിഫിറ്റഡ് ആവുന്ന രീതിയിൽ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതൊരു ഈസി കോണ്ടന്റ് ഐഡിയ ആണല്ലോ. ബിക്കോസ് നിങ്ങൾ ഒരു സ്ഥലത്ത് റിസർച്ച് ചെയ്യുന്നില്ല, നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു കോണ്ടന്റ് ഐഡിയ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മേ ബി ഇപ്പോൾ ഈ ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്ന വൈറൽ അഡ്വർടൈസ്മെന്റ് ഹുക്ക് എലമെന്റ്സ് എന്തൊക്കെയാണ്, വൈറലായിട്ടുള്ള അഡ്വർടൈസ്മെന്റിന്റെ വീഡിയോസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള ടെംപ്ലേറ്റ്സ് ഏതൊക്കെയാണ്, ഇതെല്ലാം വൈറലായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞവർ പല ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു ഇൻഫോർമേറ്റീവ് കോണ്ടന്റ് ആണ്. ഇപ്പോൾ എല്ലാവർക്കും അപ്സ്കിൽ ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ, എപ്പോഴും എല്ലാവരും അപ്ഡേറ്റഡ് ആവാനും പറ്റണമെന്നില്ല. അപ്പോൾ എനിക്കത് ന്യൂ ഇൻഫർമേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ആലോചിക്കുമ്പം ഇതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമല്ലേ നമുക്ക് തോന്നും. ബട്ട് എല്ലാവരുടെയും സിറ്റുവേഷൻ അങ്ങനെയല്ല. എല്ലാവർക്കും അപ്സ്കിൽ ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനും പെട്ടെന്ന് പറ്റണമെന്നില്ല. അപ്പം ലിങ്ക്ഡിനിൽ നിങ്ങൾ ആ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുന്നത് കുറേ പേർക്കൊക്കെ യൂസ്ഫുൾ ആവും. മെജോറിറ്റിക്ക് യൂസ്ഫുൾ ആയില്ലെങ്കിലും കുറേ പേർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ വൈറൽ ഹാക്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചീറ്റ് കോഡ്സ്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച എന്തെങ്കിലും ട്രിക്സ്, നിങ്ങൾക്ക് വർക്കൗട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് ഈസി ആയിട്ടുള്ളൊരു കോണ്ടന്റ് ആണ്. ഭയങ്കര റിസർച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് ഉണ്ടാവത്തില്ല. നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ, അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലി ഫ്രീലാൻസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ്, അപ്പം ആ ടൂൾസ് നമുക്ക് അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ആ ടൂൾ എല്ലാവർക്കും അറിയുന്നതാണ്. അതിലും ഡിഫറൻസസ് ഉണ്ട്. നിങ്ങൾ ആ ടൂൾ യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കത്തില്ല വേറൊരാൾ ആ ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന രീതി, നിങ്ങൾക്കത് എത്രത്തോളം ടൈം സേവ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ടൂൾ എത്രത്തോളം യൂസ്ഫുൾ ആവുന്നു എന്നുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ആ ടൂൾ എല്ലാവർക്കും അറിയാമെങ്കിലും ആ ടൂൾ പലരും പല രീതിയിലായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ രീതി ആണ് അവിടെ വാല്യൂബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇതെല്ലാം ഒരു ഈസി കോണ്ടന്റ് ഐഡിയാസ് ഫോർ ലിങ്ക്ഡിൻ ആണ്. ഇനി കുറച്ചും കൂടെ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ വരുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ റിസർച്ച് ഒക്കെ ചെയ്ത് മേ ബി ഒരു കേസ് സ്റ്റഡി പോലെയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ കേസ് സ്റ്റഡി ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ റിസർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. ഈവൻ ദോ നിങ്ങളുടെ ക്ലയന്റിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ കേസ് സ്റ്റഡി ആക്കാൻ പോകുന്നെങ്കിലും അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരും. മേ ബി അത് കുറച്ചും കൂടെ ആൾക്കാർക്ക് അട്രാക്റ്റീവ് എന്ന രീതിയിൽ ഒരു പോസ്റ്ററോ ഡോക്യുമെന്റ് ആയിട്ടോ എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ കുറച്ചും കൂടെ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ അതെല്ലാം നമുക്കൊരു ഡിഫിക്കൽട്ട് ടൈപ്പ് ഓഫ് ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ ജസ്റ്റ് ഒരു റിട്ടേൺ കോണ്ടന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമാറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും.
നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് സീരിയസ് ആക്കണം, അത് കുറച്ചും കൂടെ എക്സ്റ്റെൻസീവ് ആയി പ്രിപ്പയർ ചെയ്യണം, കേസ് സ്റ്റഡി പോലെയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ റിസർച്ച് ചെയ്ത എലമെന്റ്സ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കുറച്ച് ന്യൂമറിക്കൽ വാല്യൂസ് ആഡ് ചെയ്യണം. അതായത് ഈ ഒരു ബ്രാൻഡിന്റെ ട്രെൻഡ് ഇങ്ങനെയാണ്, ഈ ഒരു ബ്രാൻഡ് ഇത്രത്തോളം റവന്യൂ കഴിഞ്ഞ ഇയർ ഏൺ ചെയ്തു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഫാക്ട്സ് കിട്ടണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒറിജിനൽ ന്യൂമറിക്കൽസ് കിട്ടണമെങ്കിൽ നിങ്ങൾ റിസർച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും കുറച്ചും കൂടെ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ അത് കുറച്ചും കൂടെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെയും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു സ്ട്രോങ് ഓഡിയൻസിനെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. മറ്റേതും ഓഡിയൻസ് അട്രാക്റ്റിംഗ് ആണ്, ബട്ട് ഇത് കുറച്ചും കൂടെ നിങ്ങളൊരു ഡീറ്റെയിൽ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് കുറച്ചും കൂടെ വാല്യൂബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോയിന്റ്സ് എല്ലാം തന്നെ ഈ പറഞ്ഞ ഒരു ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഐഡിയാസ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു കൺവേർഷൻ വേണം, നിങ്ങൾക്കൊരു ക്ലയൻറ്റിനെ നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ നിന്ന് കിട്ടണം, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഒരു ലീഡ് മാഗ്നറ്റ് പോലത്തെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതായത് ആൾക്കാരെ അട്രാക്ട് ചെയ്ത്, മേ ബി ലൈക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡോക്യുമെൻറ്റ് ഷെയർ ചെയ്യാം എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ ഫ്രീ ട്രയൽ കൊടുക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടൊരു ടൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ടൂളിനെ പറ്റി ഇൻഫർമേഷൻ അറിയാൻ കമൻറ്റ് ചെയ്യാമെന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ അതെല്ലാം ഒരു ലീഡ് മാഗ്നറ്റ് പോലെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലീഡ് മാഗ്നറ്റ് പോലത്തെ കാര്യങ്ങൾ ചെയ്താലായിരിക്കും കൺവേർഷൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. ഡെഫിനറ്റ്ലി കൺവേർഷൻ എന്ന് പറയുമ്പോൾ ലീഡ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. നിങ്ങൾ ബാക്കിയുള്ള ഫോളോ അപ്പും ഔട്ട്റീച്ചും ആ ഐഡന്റിഫൈ ചെയ്ത ലീഡ്സിൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് കൺവേർഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ കൺവേർഷൻ കൊണ്ടുവരാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ആണ് ഈ പറഞ്ഞ ലീഡ് മാഗ്നറ്റ് പോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടെസ്റ്റിമോണിയൽസ് അതെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുന്നതും ഒരു കുറച്ചും കൂടി ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ്. ഇപ്പോൾ വീഡിയോ ടെസ്റ്റിമോണിയൽ, നിങ്ങളുടെ ക്ലയൻസിൻ്റെ വീഡിയോ ടെസ്റ്റിമോണിയൽ ഇടാം, അല്ലെങ്കിൽ ഒരു റിട്ടൺ ടെസ്റ്റിമോണിയൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾ അച്ചീവ് ചെയ്ത എന്തെങ്കിലും റിസൾട്ട്സിൻ്റെ സ്ക്രീൻഷോട്ട് ഇടാം. അപ്പോൾ ഇതെല്ലാം കുറച്ചും കൂടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുറച്ചും കൂടെ ഒരു കൺവേർഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ബിക്കോസ് ആ ഒരു കോണ്ടന്റ് കണ്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരെല്ലാം തന്നെ മോസ്റ്റ്ലി ഒന്നെങ്കിൽ അത് അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു കൺവേർഷൻ ഓറിയൻറ്റഡ് ആയി ആ ഒരു സർവീസ് നോക്കുന്ന ഒരു ഓഡിയൻസിനെ നമുക്ക് ആ റിസൾട്ട് ഷോക്കേസ് ചെയ്ത് നമുക്ക് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി നമ്മുടെ പ്രൊഫൈൽ അട്രാക്റ്റീവ് ആക്കാൻ പറ്റുന്ന വേറൊരു കാര്യം നമ്മുടെ ജേർണി ഷെയർ ചെയ്യുക എന്നുള്ളത്, നമ്മുടെ പേഴ്സണൽ ജേർണി. ഈ പേഴ്സണൽ ജേർണി എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ചീവ്മെന്റ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ജേർണി ആയിരിക്കണം അത്. ബിക്കോസ് ലൈക്ക് അവർക്ക് ആ ഒരു പേഴ്സണൽ ജേർണി വായിക്കുമ്പോൾ എന്തെങ്കിലും ഇൻപുട്സ് ആ വായിച്ചതിൽ നിന്ന് അവർക്ക് എടുക്കാനുണ്ടാവണം. അപ്പം ഫോർ എക്സാമ്പിൾ അവർ കരിയർ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയായിരുന്നു, അവരുടെ ഫസ്റ്റ് ജോബ് കിട്ടിയത് എങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് ജോബ് കിട്ടിയത് നോർമലി എല്ലാവർക്കും കിട്ടുന്ന ഒരു പാറ്റേണിലല്ല, അതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ജോബ് നോക്കുന്ന കുറേ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ നിങ്ങളുടെ പേഴ്സണൽ സ്റ്റോറിയിലത്തെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണൽ സ്റ്റോറി ഒരു ഓഡിയൻസിന് ഒരു ഇൻപുട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കുറച്ചും കൂടെ വാല്യൂബിൾ ആയിരിക്കും. അത് മാത്രമല്ല നമ്മൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്, നമ്മുടെ വേ ഓഫ് അപ്രോച്ച് ഡിഫറെൻ്റ് ആണ് എന്നൊക്കെ നമുക്കൊരു ഓഡിയൻസിന് ഒരു പെർസെപ്ഷൻ കൊടുക്കാൻ പറ്റും. ഇന്ത്യയിൽ നമ്മുടെ പേഴ്സണൽ ജേർണി അതെല്ലാം നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് പോസിബിൾ ആണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ AI ടൂൾസ് ഒക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ്, അതായത് ഇങ്ങനെ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ നമ്മുടെ ജെമിനയിൽ തന്നെ ഇപ്പോൾ ഇഷ്ടംപോലെ അപ്ഡേറ്റ്സ് വരുന്നുണ്ടല്ലോ. ജെമിനൈ ആദ്യം വന്നു, അത് കഴിഞ്ഞതിന് ശേഷം ജെമിനൈയുടെ നാനോ ബനാന വന്നു, പിന്നെ അത് കഴിഞ്ഞ ശേഷം ജെമിനൈയുടെ തന്നെ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ഒരു ടൂൾ വന്നു. അങ്ങനെ ഇഷ്ടംപോലെ ടൂൾസ് ഗൂഗിളുടെ തന്നെ AI ടൂൾസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എല്ലാവരും പെട്ടെന്ന് അപ്ഡേറ്റഡ് ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ ആദ്യമേ അപ്ഡേറ്റഡ് ആവുകയാണ്, നിങ്ങൾക്ക് അതിൻ്റെ പല സിനാരിയോസ് അറിയാം, അതിൻ്റെ ആപ്ലിക്കേഷൻ അറിയാം, അത് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റിയുള്ള കോണ്ടന്റ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ പ്രൊഫൈൽ ഒരു സ്പോട്ട് ലൈറ്റിൽ കൊണ്ടുവരാൻ പറ്റും, ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ യുണീക്ക് ആക്കി നിർത്താനും ഒരു കോണ്ടന്റ് ഐഡിയാസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. ഇത്രയും ഒരു ജനറിക് ആംഗിളിൽ ഞാൻ പറഞ്ഞാണ്. ഇപ്പം ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവിലും കൂടെ ഞാൻ കുറച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. സോ ഞാൻ കുറേ നാൾക്ക് മുന്നേ ലിങ്ക്ഡിൻ യൂസ് ചെയ്ത് തുടങ്ങിയപ്പം ഞാൻ പണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അധികം ഫോളോവേഴ്സിൻ്റെ ആവശ്യമില്ല ലിങ്ക്ഡിനിൽ ഒരാൾ ഔട്ട്റീച്ച് ചെയ്യാൻ, അതുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് ഭയങ്കര ഫോളോവേഴ്സിൻ്റെ ആവശ്യമില്ല, ബട്ട് നമ്മുടെ പ്രൊഫൈൽ ഒരു ജെനുവിൻ പ്രൊഫൈലായിട്ട് അവർക്ക് തോന്നണം. അപ്പോൾ ജെനുവിൻ പ്രൊഫൈലായിട്ട് തോന്നാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു കോണ്ടന്റ് ഒക്കെ പോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ലൈക്ക് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഉണ്ടാവണം, അല്ലെങ്കിൽ ബയോ ഉണ്ടാവണം എന്നൊക്കെ പറയുന്നത്. അതെല്ലാം നമ്മൾ പ്രൊഫൈൽ ജെനുവിൻ ആണ്, ഒരു റിയൽ പേഴ്സൺ ആണെന്നുള്ളൊരു ട്രസ്റ്റ്. ബേസിക്കലി ഒരാൾ മെസ്സേജ് അയക്കുമ്പോൾ എല്ലാവർക്കും ചാടിക്കയറി മെസ്സേജിന് റിപ്ലൈ അയക്കണം എന്നില്ലല്ലോ. അതുകൊണ്ട് ഒരു ബേസിക് ട്രസ്റ്റ് തോന്നാനായിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മൾ എന്തായാലും നമ്മുടെ പ്രൊഫൈലിൽ ഉണ്ടാവണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാനിപ്പം പണ്ട് അപ്രോച്ച് ചെയ്ത ടൈമിൽ ഈ പറഞ്ഞ എൻ്റെ പ്രൊഫൈലിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഈ പറഞ്ഞ പിക്ചർ ഉണ്ടായിരുന്നു, ബയോ ഉണ്ടായിരുന്നു, 1-2 പോസ്റ്റ്, കുറച്ചൊക്കെ പോസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ ഔട്ട്റീച്ച് ചെയ്തായിരുന്നു എനിക്ക് മെജോറിറ്റി ഓഫ് ദ ക്ലയൻസിനും കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇൻ ദ ഇനിഷ്യൽ സ്റ്റേജസ്. അപ്പോൾ ഔട്ട്റീച്ച് ചെയ്യുമ്പം ഞാൻ ഇപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഔട്ട്റീച്ച് ചെയ്യുമ്പോൾ നേരെ പോയി ചുമ്മാ ഹൈ ഇടരുത്. ഹൈ ഇട്ടാൽ എന്താണ് ആ ഒരു ആൾ എന്താണ് നമ്മളുടെ ഒരു മെസ്സേജ് എന്ന് മനസ്സിലാക്കേണ്ടത്. സോ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലി ജസ്റ്റ് എ ഹൈ ഇസ് എ വെരി ബാഡ് മൂവ്. അപ്പോൾ അതിന് പകരം നിങ്ങൾ ആ ഹൈൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും കൂടെ കാര്യങ്ങൾ പറയാം, ലൈക്ക് ഓക്കെ ഞാൻ ഇങ്ങനെ ഒരു കാര്യമാണ് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പുതിയ ആളല്ലേ മീറ്റ് ചെയ്യാം, കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. സോ ദാറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ്, മനസ്സിലായില്ലേ? അപ്പോൾ അത് എപ്പോഴും ഒരു സെയിൽസ് ആംഗിളിലോ അല്ലെങ്കിൽ ഒരു സർവീസ് സെല് ചെയ്യണം എന്നുള്ള ആംഗിളിലോ ഉള്ളൊരു മെസ്സേജ് ആവണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് കാഷ്വലി എന്ത് മെസ്സേജ് വേണമെങ്കിലും ഇടാം. അപ്പോൾ അങ്ങനെ ഒരു ഇനിഷ്യൽ കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുക. അപ്പോൾ ആ കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ ഹായ് എന്നുള്ളത് മാത്രം ഇടുക. അല്ലേ, ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോലും ഇപ്പോൾ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പം വരുന്ന എല്ലാ മെസ്സേജസും ഹൈ
ഹായ് ആണ്. ഒരു ഹായിൽ ഡെഫിനറ്റ്ലി ഈ ഇപ്പുറത്തിരിക്കുന്ന ഒരാൾ, അതായത് ഈ പ്രൊഫൈൽ മാനേജ് ചെയ്യാനിരിക്കുന്ന ഒരാൾ, അത് എൻ്റെ ടീം മെമ്പർ ആയിക്കോട്ടെ ഞാനായിക്കോട്ടെ, ഹായ് എന്ന് പറഞ്ഞൊരു മെസ്സേജിൽ എന്ത് പർപ്പസിനാണ് വരുന്നതെന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ആവാത്തിടത്തോളം നമുക്ക് ചിലപ്പോൾ അതൊരു പ്രയോറിറ്റി ഇല്ല, ലീസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിട്ടേ നമ്മൾ കാണത്തുള്ളൂ. ബിക്കോസ് വേറെ ഇഷ്ടംപോലെ മെസ്സേജസും ഇമെയിൽസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനുണ്ടാവുമല്ലോ. സോ വെനെവർ യു മെസ്സേജ് ഓർ വെനെവർ യു ഇമെയിൽ, പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് നിങ്ങളുടെ ഗോൾ എന്താണ്, അല്ലെങ്കിൽ പ്രോപ്പർ ഗോൾ അല്ലെങ്കിൽ ലൈക്ക് വൈ യു ആർ മെസ്സേജിങ് ദെം എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് ഔട്ട്റീച്ചിൻ്റെ ഒരു ബേസിക് കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഔട്ട്റീച്ച് ചെയ്യുക. അപ്പോൾ ഔട്ട്റീച്ച് ചെയ്യുമ്പോൾ ഹായ് എന്നുള്ള മെസ്സേജ് ഇടാതെ ഒരു റാപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന, ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം വെച്ച് നിങ്ങൾ മെസ്സേജ് അയക്കുക. സോ ഞാൻ അതാണ് ചെയ്തത്. ആ കോൺവെർസേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെസ്സേജസ് എല്ലാം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ ആൾക്കാരെ നമുക്കൊരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ത്രൂ ദ കോൺവെർസേഷൻ യു ക്യാൻ അപ്രോച്ച് ദെം, കമ്മ്യൂണിക്കേറ്റ് യുവർ സർവേഴ്സ്, അങ്ങനെ നമുക്ക് കൺവേർഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എനിക്ക് എൻ്റെ ഇനിഷ്യൽ ഡേയ്സിൽ, ഇപ്പോഴല്ല കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ചെയ്ത കാര്യമാണ് പറയുന്നത്, ഇപ്പോഴും അത് വാലിഡ് തന്നെയാണ്. ഇപ്പോഴും ആൾക്കാർ ഇത് റോങ് ആയിട്ടും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്റീച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഇനിഷ്യൽ സ്റ്റേജസിൽ ഔട്ട്റീച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കൺസിസ്റ്റൻ്റ് ആയി ഞാൻ ലിങ്ക്ഡിനിൽ പ്രൊഫൈലിലൊന്നും പോസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് ഞാൻ അതിനനുസരിച്ചാണ് ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളത്. ഓൾസോ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ മേക്ക് ഷുവർ ചെയ്യുന്ന കാര്യം, ഞാൻ എൻ്റെ പേഴ്സണൽ ലേണിംഗ്സിൽ അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി ഐഡൻറ്റിഫൈ ചെയ്ത് എന്തെങ്കിലും ആയിരിക്കും ഞാൻ മോസ്റ്റ്ലി ഷെയർ ചെയ്യുന്നുണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ പുതിയൊരു AI ടൂൾ ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്തു. ആ AI ടൂൾ എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു AI ടൂളായിട്ട് തോന്നുന്നു. പക്ഷേ അത് ഡയറക്ട്ലി അവർ ആ ടൂൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യാനുള്ള ടൂളായിട്ടായിരിക്കത്തില്ല ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. അവർ വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാമെന്നായിരിക്കും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാനത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പർപ്പസിനായിരിക്കും യൂസ് ചെയ്തത്. അപ്പോൾ ഞാനത് ഐഡൻറ്റിഫൈ ചെയ്തല്ലോ, ഓക്കെ ഈ ടൂൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഈ ഒരു ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്തതാണ്. അത് എനിക്കൊരു ന്യൂ ലേണിംഗ് ആണ്. അവർ ആ ടൂൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, അത് ഞാനൊരു കോണ്ടന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലിമിറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ഞാൻ ലിങ്ക്ഡിനിൽ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പോസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ മോസ്റ്റ്ലി മേക്ക് ഷുവർ ചെയ്യുന്നത് എൻ്റെ ലേണിംഗ്സിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പോസ്റ്റ് ചെയ്യാറ്. പിന്നെ അപ്പോൾ ഇനിഷ്യൽ ഡേയ്സിൽ കുറേ നാൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ആ പോസ്റ്റൊക്കെ ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറേ നാൾക്ക് മുന്നേ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ലോങ് ബ്രേക്ക് ലിങ്ക്ഡിനിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ബട്ട് ഞാൻ ലിങ്ക്ഡിൻ വഴി ഔട്ട്റീച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, ലിങ്ക്ഡിൻ വഴി കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, നെറ്റ്വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിസിബിളി ഒരാൾക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. ബാക്ക് എൻഡിൽ ഒരാൾക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നതും പേഴ്സണലി നെറ്റ്വർക്ക് ചെയ്യുന്നതുമാണ്. അപ്പോൾ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഞാൻ ലിങ്ക്ഡിനിൽ കണ്ടിന്യൂസ്ലി ചെയ്യുന്നുണ്ടായിരുന്നു. പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ. ആൻഡ് റീസെൻ്റ്ലിയാണ് ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു കുറച്ച് ആക്റ്റീവായി പോസ്റ്റ് ചെയ്ത് ഞാൻ തുടങ്ങിയത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ. ഞാനൊരു ടൂള്, ഞാനും എൻ്റെ ടീമും കൂടെ ഒരു AI ടൂൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു മെറ്റാ ആഡ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ മെറ്റാ ആഡ്സ് ആൻഡ് ഗൂഗിൾ ആഡ്സിന് വേണ്ടിയിട്ടുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ് ഒപ്റ്റിമൈസേഷൻ യൂസിങ് AI, അത് വെച്ചിട്ടുള്ളൊരു ടൂളാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. AI വെച്ച് അഡ്വർടൈസ്മെൻറ്റ് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ടൂള് എനിക്ക് ഓഡിയൻസിൻ്റെ റെസ്പോൺസും ഓഡിയൻസ് അത് ടെസ്റ്റ് ചെയ്യണമെന്നും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്ക് ശേഷം ഞാൻ പിന്നെ ഇടയ്ക്ക് എന്തൊക്കെയോ പോസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ മെയിൻലി പിന്നെ ഞാൻ യൂസ് ചെയ്തത് ഈ ടൂളിനെ പറ്റി കൂടുതൽ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ടൂളിനെ പറ്റി പോസ്റ്റ് ഇട്ടു. ടൂളിൻ്റെ ഫീച്ചേഴ്സ് ഇതാണ്. ഐ ഗോട്ട് ഗ്രേറ്റ് റെസ്പോൺസ്. എനിക്ക് നല്ല റെസ്പോൺസാണ് ഞാൻ ആ ടൂളിനെ പറ്റി ഞാൻ അതിനകത്ത് ഷെയർ ചെയ്തപ്പെട്ടത്. കുറേ പേര് ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, ഡു യു വോണ്ട് ടു ട്രൈ എന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്റിനൊക്കെ എനിക്ക് കുറേ മെസ്സേജസും കമൻസും വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് കുറേ പേര് ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആണ്, ഐ വോണ്ട് ടു പാർട്ട്ണർ വിത്ത് യു, ഇതിൽ എനിക്ക് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ ഐ ഗോട്ട് മെനി മെസ്സേജസ്. ആൻഡ് ഞാൻ അതിൻ്റെ ഒരു ഫസ്റ്റ് പോസ്റ്റ് ഇട്ടു. പിന്നെ എനിക്ക് ഐ തിങ്ക് ഞാൻ അത് കഴിഞ്ഞ് ഒരു പോസ്റ്റും കൂടെ എന്തോ ഇട്ടു. ഇതിൽ ഏതോ ഒരു പോസ്റ്റിൽ നിന്ന് ഐ ഗോട്ട് 2 or 3 people who are interested to partner with me in that project. അപ്പോൾ അത് പാർട്ട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ വന്നും ഒരാൾ എൻ്റെ അടുത്ത് ഔട്ട്റീച്ച് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ആർ യു പ്ലാനിങ് ടു സെൽ ദിസ് ടൂൾ, ഓർ നിങ്ങളത് ബിൽഡ് ചെയ്ത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത്, വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ എന്നുള്ള രീതിയിൽ എനിക്കൊരാൾ മെസ്സേജ് ഇട്ടു. ആൻഡ് ദാറ്റ് പേഴ്സൺ ആൾ എൻ്റെ ടൂള് പർച്ചേസ് ചെയ്തു. അപ്പം സോ അത് എനിക്ക് ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോം ഞാൻ എക്സ്പെക്ട് ചെയ്യാതെ എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ബിക്കോസ് ഞാനത് സെല് ചെയ്യണം എന്നുള്ളൊരു ആംഗിളിലല്ല ഞാൻ ആ ഒരു പോസ്റ്റൊക്കെ ചെയ്തത്. ഐ ജസ്റ്റ് വാണ്ടഡ് പീപ്പിൾ ടു ടെസ്റ്റ് ദ പ്രോഡക്റ്റ്. ബിക്കോസ് നമ്മളത് എൻ്റർപ്രൈസ് മോഡലിലേക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ പേഴ്സണൽ യൂസിന് ഇൻറ്റേർണലി നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേർഷൻ മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കത് എൻ്റർപ്രൈസ് മോഡലിൽ ഡെവലപ്പ് ചെയ്യുമ്പം ഒരു പേഴ്സണൽ യൂസിന് നിൽക്കുന്ന പോലെയല്ലോ എൻ്റർപ്രൈസ് മോഡൽ എന്ന് പറയുന്നത്. അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് കൂടുതൽ വേണ്ടി വരും, ചലഞ്ചസ് കൂടുതൽ വരും. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനതൊരു ട്രയൽ വേർഷനൊക്കെ കൊടുത്ത് ആൾക്കാരെ ടെസ്റ്റ് ചെയ്യട്ടെ, ഡിജിറ്റൽ മാർക്കറ്റേഴ്സും ഏജൻസി ഓണേഴ്സൊക്കെ ടെസ്റ്റ് ചെയ്യട്ടെ, സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് മോർ ഡേറ്റ. അപ്പോൾ അതിൻ്റെ ബേസിസിൽ എനിക്ക് ആ ടൂൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ലേണിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പോൾ എനിക്ക് അതിനകത്ത് നിന്ന് ഫ്രീ ട്രയൽ യൂസ് ചെയ്യാനുള്ള ആൾക്കാർ വന്നു, ടെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ വന്നു, ഈ പറഞ്ഞ പാർട്ട്ണർഷിപ്പിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നു, കൊളാബറേറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർ വന്നു, പ്രോഡക്റ്റ് മേടിക്കാനായിട്ടും ആൾ വന്നു. സോ ഐ വാസ് സോ ഹാപ്പി. അപ്പോൾ ഞാനത് എക്സ്പെക്ട് ചെയ്തതല്ല, ബട്ട് ദാറ്റ് വാസ് എ ഗുഡ് ഡെസിഷൻ. ഞാൻ ആ ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോം അങ്ങനെ യൂസ് ചെയ്ത് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് പേഴ്സൺ ആഫ്റ്റർ മെനി കോൺവെർസേഷൻസ് ആളത് മേടിച്ചു. ആൻഡ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ലിങ്ക്ഡിനിൽ.
അപ്പം എപ്പോഴും ഞാൻ ആൾക്കാർ വീഡിയോസിൽ പറയുന്നത് നിങ്ങൾ ഭയങ്കര ആക്റ്റീവായിരിക്കണം, ഭയങ്കരമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ കിട്ടൂ. അങ്ങനെയല്ല. നിങ്ങൾ ഈവൻ ഒരു പോസ്റ്റ് ഇട്ടാലും അത് റൈറ്റ് പോസ്റ്റാണ്. നിങ്ങൾ ഒരു മെസ്സേജ് ഇട്ടാലും അത് റൈറ്റ് മെസ്സേജ് ആണ്. നിങ്ങൾ കുറച്ച് ഔട്ട്റീച്ച് ചെയ്താലും അത് റൈറ്റ് പീപ്പിളിലുള്ള ഔട്ട്റീച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും. ദാറ്റ്സ് എ തിങ്. അല്ലാതെ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി ചെയ്യണം എന്നുള്ളതല്ല. എൻ്റെ പേഴ്സണൽ ലേണിംഗ് അതാണ്. നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യുക, കുറേ അങ്ങ് പോസ്റ്റ് ചെയ്യുക, കുറേ ഇൻട്രാക്ഷൻസ് ഉണ്ടാക്കുക, അങ്ങനെയല്ല. ക്വാളിറ്റി ഇൻട്രാക്ഷൻസ് ക്വാളിറ്റി വേയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. അത് നിങ്ങൾക്ക് റിസൾട്ട് കൊണ്ടുവരുന്ന കാര്യമായിരിക്കും. അപ്പോൾ ആ ക്വാളിറ്റി വേയിൽ എങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ ലിങ്ക്ഡിൻ കോഴ്സിൽ പഠിപ്പിക്കുന്നത്. അതിലെല്ലാം എൻ്റെ പേഴ്സണൽ ലേണിങ്സിൽ ഞാൻ എൻ്റെ ക്ലയൻറ്റിനെ എങ്ങനെ കണ്ടുപിടിച്ചു, എനിക്ക് എങ്ങനെ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യാൻ പറ്റി, എനിക്ക് എൻ്റെ പ്രൊഫൈൽ ഇതുവരെ എങ്ങനെ ഗ്രോ ചെയ്യാൻ പറ്റി ഈവൻ വിത്തൗട്ട് കൺസിസ്റ്റൻ്റ്ലി പോസ്റ്റിംഗ്, എനിക്ക് എങ്ങനെ നല്ല നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യാൻ പറ്റി, എനിക്ക് എങ്ങനെ ഇൻ്റർനാഷണൽ കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റി. ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ അപ്രോച്ചിൽ എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ, എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ ലിങ്ക്ഡിനിൽ എൻ്റെ കോഴ്സിൻ്റെ അകത്ത് ഞാൻ ഷോക്കേസ് ചെയ്യുന്നത്. സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ കോഴ്സും 1-on-1 ട്രെയിനിങ് മാത്രമാണ്. അപ്പോൾ ഇത് 1-on-1 ട്രെയിനിങ് ആയിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ ലിങ്ക്ഡിൻ വഴി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, ലിങ്ക്ഡിൻ വഴി നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം, കണക്ഷൻസ് ബിൽഡപ്പ് ചെയ്യണം, നെറ്റ്വർക്കിംഗ് വേണം, കൺവേർഷൻസ് ഉണ്ടാവണം, ക്ലയൻസിന് കണ്ടുപിടിക്കണം, ഇങ്ങനത്തെ ഗോൾസ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ അവർ ലിങ്ക്ഡിൻ കോഴ്സ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇനീഷ്യലി ഞാൻ പറഞ്ഞിരുന്നെല്ലാം ലിങ്ക്ഡിനിൽ എന്തൊക്കെ കോണ്ടന്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇടാം എന്നുള്ളതാണ്. ഐ തിങ്ക് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലേണിങ്സ്, നിങ്ങളുടെ എവരിഡേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിനുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് അത് വാല്യൂബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഫോമാറ്റിൽ ഇത് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ നിങ്ങളുടെ ലേണിങ്സ് ഇടുന്നതാണ് ലിങ്ക്ഡിനിൽ ഏറ്റവും നല്ലത്. അത് എല്ലാ ദിവസവും ആർക്കും ലേണിങ്സ് ഉണ്ടാവത്തില്ല. മാസത്തിൽ ഒരിക്കൽ ഒരു ലേണിംഗ് ഉണ്ടായാലും അത് മതിയാവും അത് പോസ്റ്റ് ചെയ്യുക. പിന്നെ വേറെ ഇഷ്ടംപോലെ വേസ് ഓഫ് നെറ്റ്വർക്കിംഗ് എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ എൻ്റെ കോഴ്സിൽ കവർ ചെയ്യുന്നതാണ്. സോ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു പെർസ്പെക്റ്റീവ് തരാനാണ് വന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിൽ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യാമെന്നുള്ളത്. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് യൂസ്ഫുൾ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, comment in the video and let me know you liked it. And if you are interested for the course, you can message me in Instagram. My Instagram profile link is in description. Also, if you haven't subscribed yet, please subscribe this YouTube channel. I'll be posting more videos regularly in the coming days. Thank you.